ഫിലോപ്പി, ചില ആൾക്കാർ സിലോപ്പി എന്ന് പറയും, നമ്മളിവിടെ ഫിലോപ്പി എന്ന് പറയാം. ഇത് എല്ലാ ആൾക്കാർക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത മീനാണ്. ചില ആൾക്കാർക്ക് വറുത്തിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, കറി വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഇത് വെക്കേണ്ട പോലെ കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് വെക്കാൻ നോക്കാം. നമുക്ക് ഇപ്പൊ ഫിലോപ്പിയൊക്കെ ഒരു ആൾക്കാരും വെക്കും, ചില ആൾക്കാർക്ക് വെക്കും, ചില ആൾക്കാർക്ക് വെക്കില്ല, എല്ലാരും വെക്കില്ലും. ഇതിലൊരു ആൾക്കാർക്ക് ഈ മീനോട് കറി വെച്ചില്ല, ഒരു ആൾക്കാരും മുമ്പിൽ താല്പര്യമില്ല എന്ന് പറയണത്. വെക്കാറില്ല ഒരു ആൾക്കാരല്ലേ, കുറെ ആൾക്കാരൊക്കെ മറ്റേ നമ്മള് മറ്റുള്ള മീൻ വെക്കണ പോലെ ഫിലോപ്പിയാണ് കറി വെക്കാറില്ല. അപൂർവ ആൾക്കാർ പിന്നെ വളർത്തി മീൻ ഇപ്പൊ എല്ലാ മീനും ഓരോ ടേസ്റ്റ് ഒന്നും ഉണ്ട്. ഇപ്പൊ വാളായാലും ഫിലോപ്പിയായാലും നട്ടറായാലും എക്കത്തിന് ഓരോ ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലില് ആദ്യമായിട്ട് കാണുന്ന ചാനലുകള് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ഇത് സാധനം ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് മെനക്കെടണം. ഇതിന്റെ മുള്ളി വെച്ചില്ല, തൊലി പൊളിക്കണം. കല്ലുമുട്ട ഉറച്ചാത്തത് അത്ര ക്ലിയർ ആവില്ല. തൊലി പൊളിച്ചെടുത്താലും ടേസ്റ്റ് കിട്ടാം. മുള്ളിന് എന്തൊരു കനടോ. നമ്മള് കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസാക്കണം. ബാക്കി അടുത്ത പരിപാടിയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. വെളുത്തുള്ളി നന്നാക്കണ്ടേ? വെളുത്തുള്ളി ചെറുത്ത് ബുദ്ധിമുട്ടുള്ള പണി നോക്കി. അപ്പൊ നമ്മള് മീനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് ഡീസൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഒരു 10 ചെറുള്ളി, 4-5 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കടുക്, ഉലുവ, പിന്നെ മെയിനായിട്ട് നാളികേരപ്പാല്. അപ്പൊ നമുക്ക് ഇനി വഴിക്കേ കാണാം. നമുക്ക് നാളികേരം ചേർക്കണം. ഇനി ഉള്ളിയൊക്കെ ഒന്ന് ചാച്ചെടുക്കാൻ നമ്മൾ അരിയാതെ ചായച്ചാണ് എടുക്കണത്. അപ്പൊ അത് നമുക്ക് കാണാം. ഇതൊക്കെ സെറ്റ് ആക്കുമ്പോഴേക്കും തേങ്ങ പാൽ ഒഴിയാ. ഒറ്റ വീട്ടിന് പൊട്ടിച്ച മിടുക്കി. നമ്മള് ഇഞ്ചി, പച്ചമുളക്, ഈ വെളുത്തുള്ളി ഒക്കെ ചാച്ചെടുത്തിട്ടുണ്ട്. നാളികേരം ചേർന്നുണ്ട്. അതിന് പാലുമണിക്ക് ഇട്ടിട്ട് വേണം ബാക്കി പരിപാടി. നമുക്കിനി നാളികേരം പിഴിഞ്ഞ് പാലെടുക്കണം. ചട്ടി ചൂടായി ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. ലേശം കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങി. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഉലുവ മൂക്കട്ടെ. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് നമ്മൾ അത് കിട്ടുന്നത്.
ഒരു തുണ്ട മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പ്, ആവശ്യമിട. ഒന്ന് മൂക്കട്ടെ. നന്നായിട്ട് മൊരിയാനും വേണ്ട. ഇങ്ങനെ മീൻകറി വയ്ക്കുമ്പോൾ സവാളയും പച്ചമുളകൊന്നും നന്നായിട്ട് മൊരിയാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ ഇത് എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണമെന്നില്ല. ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞ് ഇതിപ്പോൾ 2 ടീസ്പൂൺ ഫിഷ് മസാല, 2 ടീസ്പൂൺ സാധാ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3 കൂട്ടി എടുത്തച്ചാണ്. അത് നമുക്ക് അതിക്കിടാം. റേഷൻ പേപ്പറോടെയും കിടക്കട്ടെ. ഇനി പേപ്പർ നമുക്ക് ലാസ്റ്റ് ഇടാം. നമുക്ക് ഇതിൻ്റെ പച്ചമുളക് ഉണ്ടല്ലോ ഇപ്പം. നോക്ക്, ടെസ്റ്റർ നോക്കൂ. റെഡി ആയില്ലേ? പോയില്ലേ? നമുക്ക് എത്ര 3 കുടപ്പുളിയാണ്? 3 കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. നന്നായിട്ട് പുളി പിടിക്കണം മീനിൽ. അപ്പം 3 കുടപ്പുളി കീറി ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. നമുക്കിഞ്ഞി വേണ്ട തേങ്ങാപ്പാലാട്ടാ. നമ്മൾ 2ാം പാല് 1ാം പാലൊന്നുമില്ല, എല്ലാ പാലും ഒന്നിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കണ കറി. ഈ തിളക്കട്ടല്ലേ? മൂടി വെക്കണം. ഉപ്പ് നോക്കട്ടെ. ഉപ്പില്ല. ആവശ്യമുള്ള ഉപ്പ്, കുറച്ചും കൂടി ഉപ്പ് വേണം. നമ്മൾ ഉപ്പിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇടാം നമുക്ക് അല്ലേ? ഒന്നിച്ച് മാറിയിട്ട പണി പാടും. അപ്പം പുളി ഉപ്പൊക്കെ ഒന്ന് തിളച്ച് ഇറങ്ങട്ടെ. മൂടി വയ്ക്കാം. തേങ്ങാപ്പാലിലെ എണ്ണ തെളിയണം. മീൻ പുളി കഴിയില്ല. ഒന്നുകൂടി അതില് മീനൊന്നും അതേ വേവില്ല. ഒന്നുകൂടി മുടിച്ചിട്ട് ഒന്ന് ഇതാക്കാം. ഈ സാധനം അധികം ആൾക്കാരും കറി വയ്ക്കില്ലല്ലേ? ഒരു ആൾക്കാരും പറക്കുള്ളൂ. പക്ഷെ കറി വെച്ചാൽ ടേസ്റ്റ് മീൻ എന്താണ് ആൾക്കാര് പീലോപ്പി എന്ന് പറയുമ്പോ മതി. അത് ചിലപ്പോ ചിലർക്ക് അതിന്റെ മണം പിടിക്കുന്നുണ്ടാവില്ല, വളർത്തുന്ന കാരണം. പക്ഷെ എനിക്കിഷ്ടമാണ്. അത് ഇതുപോലെ വെച്ചാല് നല്ല മുളകൊക്കെ നല്ല എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. സാറിന് തോന്നുന്നുണ്ട് മീൻ ഇട്ടാലോ? മീൻ ഇട്ടോ. അങ്ങനെ പിലോപ്പിക്കറി ആവണേ. നീ എന്തൊന്ന് ചാറൊന്ന് കുറുകട്ടെ. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാവൂലേ? മൂടിച്ചോട്ടെ. മൂടി വെച്ചോളൂ. നമ്മുടെ മീൻകറി ഒക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി വറുത്തിടാല്ലേ? ഉള്ളി കളിക്കാം നമുക്ക്. പിന്നെ അളക്കാപ്പിങ്ങനെ തെറ്റാവര്. നാളേക്ക് നല്ല സെറ്റാവുമല്ലോ. ഉപ്പുംപുളിയൊക്കെ പിടിച്ച് എന്തായാലും കറണ്ട് പോയി. നല്ല സമയത്ത് തന്നെ കറണ്ട് പോയി. അവസാനം എനിക്ക് പണിയില് കറണ്ട് പോയി. മൊബൈലിനോട്ടത്തിൽ നമുക്ക് എടുക്കാം.
ഇതാണ് മിനുക്ക് പണി. അപ്പോൾ നമ്മുടെ പിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാളെ എടുക്കുള്ളൂ. ഇപ്പോൾ നാളേക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ നാളെ എടുക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ വെക്കാത്ത ആൾക്കാർ ഇതുപോലെ വെച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.